ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 78 സങ്കീർത്തനം അതിൻ്റെ 50 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. അവൻ തൻ്റെ കോപത്തിനൊരു പാതയൊരുക്കി, അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കാതെ അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ച് കളഞ്ഞു. അവൻ മിസ്രൈമിലെ എല്ലാ കടിഞ്ഞൂലിനെയും പാമ്പുകൂടാരങ്ങളിലുള്ളവരുടെ വീര്യത്തിൻ്റെ പ്രഥമ ഫലത്തെയും സംഹരിച്ചു. എന്നാൽ തൻ്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു, മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി. ഇസ്രായേൽ മക്കളെ നടത്തിയ വിധമൊക്കെ ഇന്നും വിശ്വസിക്കുന്ന മക്കൾക്ക്, വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ദൈവഭക്തിയുള്ളവർക്ക് അത്ഭുതമേറിയ വീര്യപ്രവർത്തികൾ തന്നെയാണ്. ആമേൻ. ശത്രുക്കളുടെ നടുവിലും അത്ഭുതവും അതിശയമായിട്ട് തൻ്റെ ജനത്തെ നയിക്കുന്ന ഈ ദൈവവത്ര വലിയവൻ. സ്തോത്രം. അവൻ മിസ്രൈമിലെ എല്ലാ കടിഞ്ഞൂലിനെയും പാമ്പുകൂടാരങ്ങളിലുള്ളവരുടെ വീര്യത്തിൻ്റെ പ്രഥമ ഫലത്തെയും സംഹരിച്ചു. എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവൻ ആടുകളെപ്പോലെ പുറപ്പെടുവിച്ചു, മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി എന്ന വചനം. ഇത്ര മഹത്വത്തോടെ നടത്തിയ ഇത്ര നല്ല ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ദുർഘടമായ വഴിയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരുമ്പോഴും അപ്പോഴും ഓർക്കണം, ഇസ്രായേൽ മക്കളെ വഴി നടത്തിയ ദൈവം, ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ ഭയം കൂടാതെ ആ കരങ്ങൾ പിടിച്ചുകൊണ്ട് വാഗ്ദത്ത ദേശത്തെത്തുവാൻ ദൈവം സഹായിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ നേരിടുന്നതായ ഈ സാഹചര്യത്തിൽ നാളെ ഒരു ദിവസം അല്ലെങ്കിൽ പോട്ടെ അടുത്തൊരു നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ലാതെ ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും കടന്നു പോകുമ്പോഴും ഒന്നോർക്കുക, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തന. വഴിക്കിട്ടിട്ട് പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നടത്തിക്കൊണ്ടുവന്ന വഴികളൊക്കെ ഒന്ന് വിചാരിച്ചാൽ ആമേൻ, എത്ര അത്ഭുതമല്ലേ. ഇനിയും പോകാനുള്ള വഴികളൊക്കെ നമ്മൾ നോക്കിയാൽ നമ്മൾ കണ്ടിട്ടില്ലാത്തത് ഇനി നമുക്ക് മുന്നിലൊരു വഴിയുണ്ടോ, ഇനിയൊരു മാർഗം നമുക്ക് മുന്നിലുണ്ടോ, ഇല്ല എന്ന് തറപ്പിച്ച് പറയുമ്പോഴും കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ, നമുക്ക് വേണ്ടി വഴിയും വാതിലുമായി നമ്മുടെ കൂടെ നടക്കുന്ന ദൈവം എത്ര നല്ലവൻ. സ്തോത്ര. ഹല്ലേലൂയ. എത്തേണ്ട സ്ഥലത്തെത്തുവോളം ദൈവം നമ്മളെ ആ കരങ്ങൾ തന്നെ പിടിച്ച് നമ്മളെ വഴി നടത്തും. നമ്മളെ വഴി നടത്തുന്ന ദൈവം അത്ര മഹത്വമുള്ള ദൈവമത്രേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവം മക്കളെ, നമ്മളൊക്കെ എത്ര ഭാഗ്യമുള്ളവർ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ മുന്നിൽ കടന്നു വന്നപ്പോഴൊക്കെയും കർത്താവെ ആ കരം പിടിച്ച് ഇത്രത്തോളം വഴി നടത്തി. ഇതുവരെ ഞങ്ങളെ വഴി നടത്തി ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചു. എൻ്റെ ദൈവമേ, നൽകിയ എല്ലാ ഉപകാരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇനി മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ കരം പിടിക്കുന്ന ദൈവം കൂടെയുള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ദൈവത്തിന് വേണ്ടി പാടുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്തു ദൈവത്തിന് വേണ്ടി ജീവിപ്പാനും കർത്താവെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സകല മഹത്വവും പുകഴ്ചയും അങ്ങെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എൻ്റെ കർത്താവെ, ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ അതിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആമേ സ്തോത്രം. ഇന്ന് വരെയും ദൈവം ഞങ്ങളെ വഴി നടത്തി എല്ലാവിധ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തോട് അടുത്ത് വരുമ്പോൾ കർത്താവെ, ഈ ഭാഗ്യ പദവി ഞങ്ങൾക്ക് തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. മറ്റെന്തിനേക്കാൾ അധികം എൻ്റെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലതെന്ന് പറയുവാൻ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളിലൊക്കെ കർത്താവെ, കൃപയും കൃപാവരങ്ങളും നൽകിക്കൊണ്ട് ഞങ്ങളെ പോറ്റി പുലർത്തുന്ന ദൈവസ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം പുകഴ്ചയും പങ്കെടുക്കണമേ കർത്താവെ. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ, നാളെയെക്കുറിച്ചുള്ള വലിയ വ്യാകുലതയോടുകൂടി കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം ഇത്ര നാളും വളരെ അത്ഭുതവും അതിശയമായിട്ട് പോറ്റി പുലർത്തിയല്ലോ. ഇനി നടത്തുവാൻ ഈ ദൈവ ശക്തനെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രമിപ്പാൻ എൻ്റെ മക്കളെല്ലാവരും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലേക്ക് നോക്കിയിട്ടുള്ളവരാരും ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവെ. അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.
you